സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. മലയോര തീരദേശ മേഖലകൾക്ക് ജാഗ്രതാ നിർദ്ദേശം. ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. വിവരങ്ങളുമായി സൂര്യ ഗായത്രി ചേരുന്നു. സൂര്യ, സംസ്ഥാനത്ത് മഴ കനക്കുന്ന ഒരു സാഹചര്യമാണ്. നിലവിൽ അലർട്ടുകൾ എന്തൊക്കെയാണ്? ഒപ്പം തന്നെ ഈ തീരദേശ മലയോര മേഖലയിലുള്ളവർക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നു. വിവരങ്ങൾ. വൃന്ദ, അതിശക്തമായിട്ട് മഴ തുടരും എന്നുള്ള മുന്നറിയിപ്പ് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിരിക്കുന്നത്. നാളെ മുതൽ അതിതീവ്രമായിട്ടുള്ള മഴ പ്രതീക്ഷിക്കാമെന്നുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കൂടുതൽ ജില്ലകളിൽ നാളെ മുതലാണ് അലേർട്ടുകൾ നിലവിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിരിക്കുന്നത്. ഇന്നിപ്പോൾ 2 ജില്ലകളിലാണ് തീവ്രമഴ മുന്നറിയിപ്പ് കണക്കിലെടുത്തുകൊണ്ട് ഓറഞ്ച് അലേർട്ട് നൽകിയിരിക്കുന്നത്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്കാണ് ഓറഞ്ച് അലേർട്ട് നൽകിയിരിക്കുന്നത്. വരും ദിവസങ്ങളിലും വടക്കൻ ജില്ലകളിൽ അതിശക്തമായിട്ടുള്ള മഴ പ്രതീക്ഷിക്കാമെന്നുള്ള മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ്. തീരദേശ മേഖലകളിൽ താമസിക്കുന്നവർക്കും അതുപോലെ തന്നെ മലയോര മേഖലകളിൽ താമസിക്കുന്നവർക്കും ജാഗ്രത പാലിക്കാനുള്ള നിർദ്ദേശം കഴിഞ്ഞ ദിവസം തന്നെ നൽകിയിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ മഴയോടൊപ്പം തന്നെ അതിശക്തമായിട്ടുള്ള കാറ്റും ഉണ്ടാകാനുള്ള സാധ്യത കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിട്ടുണ്ട്. മണിക്കൂറിൽ 60 കിലോമീറ്ററിൽ വരെ വീശിയടിച്ചേക്കാവുന്ന വേഗതയുള്ള കാറ്റ് ഈ മഴയോടൊപ്പം ഉണ്ടാകുമെന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉയർന്ന തിരമാലയും മോശം കാലാവസ്ഥയും കടലിൽ ഉണ്ടാകും. മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണം. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നലെ മുതൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. 15-ാം തീയതി വരെ മത്സ്യത്തൊഴിലാളികൾ കടലിനുള്ളിലേക്ക് പോകരുത് എന്നുള്ളതാണ് മുന്നറിയിപ്പിൽ പറഞ്ഞിട്ടുള്ളത്. ഒരു നിർദ്ദേശം ഉണ്ടാകുന്നത് വരെ കൃത്യമായിട്ടുള്ള ജാഗ്രത പുലർത്തണമെന്നും ഇന്നലെ കാലാവസ്ഥാ വകുപ്പ് പങ്കുവെച്ച മുന്നറിയിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. അതിശക്തമായിട്ടുള്ള മഴയും കാറ്റും ഒക്കെ ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ അപകട സാധ്യതാ മേഖലകളിൽ താമസിക്കുന്നവരും ജാഗ്രത പുലർത്തണം. അടിയന്തര ഘട്ടമുണ്ടായാൽ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറി താമസിക്കാനുള്ള നിർദ്ദേശവും കഴിഞ്ഞ ദിവസം തന്നെ നൽകിയിട്ടുണ്ടായിരുന്നു. ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശം കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അത്തരത്തിൽ എല്ലാ മുൻകരുതലുകളും എടുക്കണം കാലവർഷം വീണ്ടും ശക്തമാകുമ്പോൾ എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഒക്കെ മുന്നറിയിപ്പിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. വരും ദിവസങ്ങളിൽ അതിശക്തമായിട്ടുള്ള മഴയാണ് കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള മുൻകരുതലെടുക്കണം, ജാഗ്രത പാലിക്കണം. ഈ ഓരോ മണിക്കൂറിലും കാലാവസ്ഥാ വകുപ്പിന്റെ ഭാഗത്തു നിന്നൊക്കെ വരുന്ന മുന്നറിയിപ്പുകൾ കൃത്യമായി കാണുകയും അത് കൃത്യമായി പാലിക്കുകയും ചെയ്യണമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സംസ്ഥാനത്ത് ഇന്നും പരക്കെ മഴ പെയ്യുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുണ്ട്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. മലയോര തീരദേശ മേഖലകൾക്ക് ജാഗ്രതാ നിർദ്ദേശവുമുണ്ട്. ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു സൂര്യഗായത്രി.